ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജിനി മേക്ക് എ വിഷ് എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള നമ്മുടെ നായികയായിട്ടുള്ള യങ് ആക്സിഡന്റലി ഇബ്ലിസ് എന്ന ഒരു ജീനിനെ മീറ്റ് ചെയ്യുകയും അവള് ആ ഒരു ജീനിനെ റിലീസ് ചെയ്ത കാരണം കൊണ്ട് ആ ഒരു ജീനി അവൾക്ക് വേണ്ടി അല്ലെങ്കിലും കുറച്ച് നിഗൂഢമായിട്ടുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അവളുടെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും യങ് ആകട്ടെ അവൻ ഒരുപാടിട്ട് പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടതുപോലെ യങ് ആ ഒരു ജീനിക്ക് പറക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അവനിപ്പോ ഒരു ടവറിന്റെ മുകളിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് അവൾ അവനെ തള്ളിയിടാൻ നോക്കുമ്പോൾ അതിന്റെ ദേഷ്യത്തിന് അവനിപ്പോ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം നിന്ന് ലാസ്റ്റ് അവൾക്ക് ശ്വാസം മുട്ടുമ്പോഴായാലും സാധാരണ ആൾക്കാർ പേടിച്ച് ഒന്ന് റിക്വസ്റ്റ് എങ്കിലും ചെയ്യല്ലേ. പക്ഷെ ഇവിടെ ആകട്ടെ അതിന് പകരം അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് ജീനി വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ മാക്സിമം അവനെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ദേഷ്യം വന്ന് നിൽക്കുന്ന ജീനിക്ക് ലാസ്റ്റ് അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവനിപ്പോ നേരെ അവൾ താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അപ്പോഴായാലും അവൾ വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവന് ഇരട്ടി കലിപ്പ് തോന്നുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അവൻ തന്നെ യങ്ങിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നിന്റെ 3 ആഗ്രഹങ്ങൾ നീ പറഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ എന്തായാലും കൊന്നുകളയുന്നു അവൾ വാൺ ചെയ്ത് ഇനി ഒരിക്കലും തന്റെ മേൽ കൈ വെക്കരുതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം യങ് അപ്പോ അവിടേക്ക് വന്ന അവളുടെ അമ്മയെ കാണണം എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തിയാക്കിയതിനെ തുടർന്ന് തിരിച്ച് അവളുടെ നാട്ടിലേക്ക് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മടങ്ങാനായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് അവിടേക്കും ആ ഒരു ജീനി അവളെ ഫോളോ ചെയ്ത് എത്തിയിരിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. യങ് ആകട്ടെ എങ്ങോട്ടൊക്കെ പോയാലും ആ ഒരു ജീനി ആകട്ടെ അവളെ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം യങ് ആയിരുന്നു ആ ഒരു ജീനിയുടെ പുതിയ മാസ്റ്റർ. അങ്ങനെ അതിനുശേഷം അവർ തിരിച്ച് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ യങ്ങിന്റെ ഒപ്പം ഒരു ബോയിനെ കാണുമ്പോൾ അവളുടെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അത് അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെക്കുറിച്ച് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ജീനിയെ ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് അങ്ങനെ സാധിക്കുമെന്ന് ജീനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ താൻ വിചാരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തന്നെ കാണാൻ സാധിക്കുമെന്ന് ജീനി പറയുന്നുണ്ട്. ഇതറിഞ്ഞിട്ട് അവളിപ്പോ വേഗം തന്നെ ജീനിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഒരു പിക്കാക്സ് എടുത്തിട്ട് അവനെ കൊല്ലാനായിട്ട് തുനിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ തക്ക സമയത്ത് തന്നെ അവളുടെ മുത്തശ്ശി ഇപ്പൊ അവിടേക്ക് വരുന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നും പറഞ്ഞ് അവളെ കൺസോൾ ചെയ്യുന്നുണ്ട്. അവളുടെ മുത്തശ്ശി അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ ആകട്ടെ പെട്ടെന്ന് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വാച്ചിനെ ചെവിയിലേക്ക് വെച്ചിട്ട് അതിന്റെ ടിക് ടിക് സൗണ്ട് ഇപ്പൊ കേട്ട് സ്വയം റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണിക്കുമ്പോൾ അവൾക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ദേഷ്യം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആരെങ്കിലും കൊല്ലണം എന്നൊക്കെ അവൾക്ക് തോന്നിപ്പോകുന്ന കാരണം കൊണ്ട് അവളുടെ മുത്തശ്ശി ഓൾറെഡി അവളുമായിട്ട് കുറെ റൂളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും അങ്ങനെ ദേഷ്യം അടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവളുടെ കയ്യിലിരിക്കുന്ന ഒരു വാച്ചിന്റെ ടിക് ടിക് സൗണ്ട് കേട്ടിട്ട് കാമാവാനും മുത്തശ്ശി അവളെ പഠിപ്പിച്ചിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ കിടക്കുന്ന ഒരു വാച്ച് അവൾക്ക് പ്രസന്റ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അവൾക്ക് ഇങ്ങനെ സ്ട്രെസ്സോ ദേഷ്യമോ തോന്നുമ്പോൾ അവൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ജീനിക്ക് അവൾ ശരിക്കും ഒരു സൈക്കോപാത്ത് ആണെന്നുള്ള കാര്യം ഉറപ്പ് ആകുന്നുണ്ട്. മാത്രമല്ല അവളെ കൊണ്ട് ഈ ഒരു 3 ആഗ്രഹങ്ങൾ പറയിപ്പിച്ച് അവളെ ലാസ്റ്റ് കൊന്നുകളയാന്നുള്ളത് അത്രയും ഈസിയുള്ള ടാസ്ക് അല്ലെന്നും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ അവളുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അറിയുന്നതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ ആ ഒരു ജീനി ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരോടും അവളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ അവളൊരു സൈക്കോപാത്ത് ആണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഫ്ലാഷ് ബാക്കിൽ പണ്ട് ഒരുപാട് തവണ ആ ഒരു വില്ലേജിലുള്ള എല്ലാവരും കൂടിയിട്ട് അവളെ ഒരു സൈക്കോപാത്ത് ആവുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്ത് അവളെ കൺസോൾ ചെയ്ത് കൂടെ നിർത്തിയതും നമ്മളെ കാണിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ഹാമർ കിട്ടുമ്പോഴും നൈഫ് കിട്ടുമ്പോഴൊക്കെ അവളുടെ സ്വഭാവം മാറുന്നത് മനസ്സിലാക്കിയിട്ട് ആ ഒരു നാട്ടിലുള്ള ആൾക്കാർ തക്ക സമയത്ത് അതിനെ ഡൈവേർട്ട് ചെയ്യുകയും അവളെ റിലാക്സ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ട് അവളെ ഒരു സൈക്കോപാത്ത് ആവുന്നതിൽ നിന്നും എല്ലാവരും കൂടി അവളെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് ജീനി ആകട്ടെ അവിടെ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടി ഇരുന്നിട്ട് ഈ കഥകളൊക്കെ കേട്ട് അവളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ യങ് കരിയർ വൈസ് ഒരു മെക്കാനിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവളെ അങ്ങനെ പഠിപ്പിച്ച് വലുതാക്കിയതും ഗ്രാൻഡ് മദറിന്റെ ഒരു കഴിവ് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അവൾ ആ ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ടായി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് അയാളുടെ കാറ് റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഒരു വണ്ടി നോക്കുമ്പോഴാണ് ആ ഒരു വണ്ടിയുടെ ബാക്കിലായിട്ട് കുറച്ചൊക്കെ ബ്ലഡ് സ്റ്റെയിൻസും ഹെയറും അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ യങ്ങും അവളുടെ ഒപ്പം ജീനിയും കൂടിയിട്ട് മറ്റേ നാട്ടിലൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുന്നോണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ഒരു വണ്ടി വരുന്ന കണ്ടിട്ട് ജീനി വളരെയധികം അട്രാക്റ്റഡ് ആകുന്നുണ്ട്. നോക്കുമ്പോൾ അതാകട്ടെ ആ ഒരു വില്ലേജിലത്തെ ചീഫാണെന്ന് യങ് അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇച്ചിരി ബാക്കിയുള്ളവരെ ചൊറിയുന്ന ഒരു ക്യാരക്ടറുള്ള ആ ഒരു ചീഫ് ഇപ്പോൾ യങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ ഈ വില്ലേജ്
വില്ലേജിലെ ഏതോ വലിയ ആളാണെന്ന് കരുതിയിട്ട് ജീനി ഇപ്പോ പണ്ട് കാലത്തെ ആൾക്കാർ പരസ്പരം ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക് ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. അവനാകട്ടെ അവന്റെ മൂക്ക് വെച്ചിട്ട് ആ ഒരു ചീഫിന്റെ മൂക്ക് 3 തവണ റബ്ബിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവന്റെ പെർസ്പെക്റ്റീവിൽ ഒരു ഗ്രീറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് ആൾക്കാർ അതൊന്നും ചെയ്യാറില്ലെന്നും നീ ഇപ്പൊ ചെയ്തതിന് എന്തായാലും ആ ഒരു ചീഫിന്റെ കയ്യിൽ നിന്ന് നിനക്ക് കേൾക്കുന്നു. പിന്നീട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് യങ് ആ ഒരു ജീനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മാർക്കറ്റിൽ വെച്ച് ആദ്യമായിട്ട് അവൻ സോഡയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവന് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈ ഒരു പുതിയ വേൾഡ് അവൻ എൻജോയ് ചെയ്യുന്നതും മാത്രമല്ല കുട്ടികളെ പോലെ അവിടെ നിൽക്കുന്ന ഓരോ ഡിവൈസസിൽ പൈസയൊക്കെ ഇട്ട് അതിൽ ഗെയിം കളിക്കുന്നതിനും അവനിപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു രാത്രി ഫുള്ളും അവിടെ ഗെയിം കളിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ കളിച്ച് ലാസ്റ്റ് അവന്റെ കയ്യിലിരിക്കുന്ന കോയിൻസ് ഒക്കെ തീർന്നു പോകുമ്പോൾ അന്നേ ദിവസം തന്നെ ഹൈക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ യങ്ങിന്റെ അടുത്തേക്ക് അവൻ ചെന്നിട്ട് അവളുടെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ നേരത്തെ കളിച്ച ആ ഒരു പൈസ അവൻ അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാകുമ്പോൾ അതിന്റെ ദേഷ്യത്തിന് അവളിപ്പോ അവനായിട്ട് ഓടിച്ച് അവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ജീനി ആകട്ടെ അപ്പോ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അന്ന് നൈറ്റ് അവൻ അവളുടെ കാറിന് തടയായിട്ട് നിൽക്കുമ്പോൾ ഒരു മടിയും കൂടാണ്ട് യങ് ആ ഒരു കാർ അവന്റെ മേത്ത് കൂടെ ഡ്രൈവ് ചെയ്ത് പോവാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം അവളുടെ മുത്തശ്ശിയുടെ പൈസ മോഷ്ടിച്ചതിൽ അത്രയും ദേഷ്യം അവൾക്ക് അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം കാറുകൊണ്ട് ഇടിച്ചിട്ട് പാവം നമ്മുടെ ജീനി ഇപ്പോ നേരെ അവന്റെ ലാമ്പിന്റെ അകത്ത് കയറി റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ഇപ്പൊ സെയ്ഡ് വരുന്നുണ്ട്. ഈ സെയ്ഡ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ജീനിന്റെ ഒരു അസിസ്റ്റന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 900 വർഷമായിട്ട് ആ ഒരു ജീനി ആ ഒരു ലാമ്പിന്റെ അകത്തായിരുന്ന സമയത്തൊക്കെ പുറത്തത്തെ കാര്യങ്ങൾ ആ ഒരു ജീനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതും അവന് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ ഈ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള സെയ്ഡ് ആയിരുന്നു. കാണുമ്പോ ഇപ്പോ അവൻ മനുഷ്യരൂപത്തിലാണെങ്കിലും ശരിക്കും അവൻ ഒരു കടുവയാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ജീനി ശരിക്കും ആ ഒരു യങ് ഒരു സൈക്കോ തന്നെയാണെന്നും എന്നാലും അവൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ തന്റെ വിഷമങ്ങളൊക്കെ സെയ്ഡിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ജീനിക്ക് ബോഡിയിൽ എവിടെയൊക്കെയാണോ പെയിൻ അതേ സ്ഥലത്ത് തന്നെ സെയ്ഡിനും പെയിൻ ഉള്ളതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഈ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് സെയ്ഡ് ഇപ്പോ നേരെ അവനെയും കൂട്ടിയിട്ട് ഒരു ഇന്റർനെറ്റ് കഫേയിലേക്ക് കൊണ്ടുവന്നിട്ട് ശരിക്കും ഈ സൈക്കോപാത്ത് എന്ന് വെച്ചാൽ എന്താണെന്നും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ സൈക്കോപാത്തിന്റെ റിയൽ ഫോട്ടോസ് ഒക്കെ കണ്ട് അവനൊക്കെ ഷോക്ക്ഡ് ആയി പോകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ അവൾക്ക് ആകെ കൂടിയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് കൂടിയായിട്ടുള്ള മിഞ്ചിയുടെ ക്ലിനിക്കിലേക്ക് ചെന്നിട്ട് താനിങ്ങനെ ഒരാളെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ ഇട്ടുവെന്നും കാർ വെച്ച് ഒരാളെ ഇടിച്ചു എന്നൊക്കെ ജീനിയെ കുറിച്ച് പറയുമ്പോഴും അവളാകട്ടെ അത് വലിയ മൈൻഡൊന്നും ആക്കി എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം യങ്ങിന്റെ മുത്തശ്ശിയെ കഴിഞ്ഞ് അവൾക്ക് ഏറ്റവും റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾ തന്നെയായിരുന്നു ഈ ഒരു മിഞ്ചി. അവളുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് മിഞ്ചിക്ക് നല്ല ബോധ്യമുള്ള കാരണം കൊണ്ട് മിഞ്ചി ആകട്ടെ അവൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കാറുമുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഇബ്ലിസ് ആയിട്ടുള്ള ജീനിയെ കാണിക്കുകയാണെങ്കിൽ താൻ വിചാരിച്ച പോലെ ഉള്ള ഒരാളല്ല യങ് എന്നും അവൾ വളരെയധികം ഡേഞ്ചറസ് ആണെന്നും അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ 3 ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും അടവ് പയറ്റണമെന്ന് തീരുമാനിച്ച് അവനൊപ്പം നേരെ അവള് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ അവളെ ലോക്ക് ചെയ്തിട്ട് അവിടെ ചുറ്റും തീ പിടിപ്പിക്കുന്നുണ്ട്. അവിടെ ഫുള്ള് തീ പിടിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവള് ഒരു വിഷ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പാപം ജീനി വിചാരിച്ചെങ്കിലും അവളാകട്ടെ ഒട്ടും തന്നെ ഭയപ്പെടാണ്ട് അവിടെ നിൽക്കുന്ന വേറൊരു ഡോറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന ഒരു വടിയെടുത്ത് അവനെ കണ്ടിന്യൂസ് ആയിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നീ ഇത് തീ പിടിപ്പിച്ചതെന്നല്ല ഞാൻ നിന്നെ അടിക്കുന്നതെന്നും പകരം എല്ലാ വെനസ്ഡേസും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു റുട്ടീനാണ് നീ ഇന്ന് എന്നെ ബ്ലോക്ക് ആക്കിയെന്നും പറഞ്ഞിട്ടാണ് അവളിപ്പോ അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ നേരം അവനാകട്ടെ ആ ഒരു തീ നിർത്താനായിട്ട് നീ എന്റെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നിന്റെ ഒരു വിഷ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ലോകം ഫുള്ള് കത്തി നശിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് കണക്കിന് ഒരുപാട് തല്ല് വാങ്ങിച്ച് അവനിപ്പോൾ വീണ്ടും നമ്മുടെ സെയ്ഡിന്റെ അടുത്തേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പ്ലാനും ഫെയിലായി പോയെന്നും പക്ഷെ എല്ലാ തോൽവികളെയും ഞാൻ വിജയത്തിലേക്കുള്ള പടികളായിട്ട് കൺസിഡർ ചെയ്യുമെന്നും ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലൂടെ അവളുടെ മൈൻഡ് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കി അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു 3 വിഷ് വേഗം നടപ്പിലാക്കുമെന്നും അവനിപ്പോൾ സെയ്ഡിനെ നോക്കി പറയുമ്പോൾ പക്ഷെ എന്തൊക്കെയായാലും അവളുടെ കയ്യിൽ നിന്ന് അവന് കുറെ കണക്കിന് കിട്ടുന്നുണ്ടല്ലോ എന്ന കാര്യം ആലോചിക്കുമ്പോൾ സെയ്ഡിന് ഇത്തിരി വിഷമമൊക്കെ ആകുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ യങ്ങനെ കാണിക്കുകയാണെങ്കിൽ അന്ന് വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ അവളുടെ എക്സസൈസിന് ശേഷം അവൾ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള മിഞ്ചിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയും അവളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യങ് ആകട്ടെ അവളുടെ റുട്ടീനിലും റൂളുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാ വെനസ്ഡേയും ഇങ്ങനെ ഒരു മീറ്റിംഗ് അവർ ഓർഡർ ചെയ്യുന്ന ഫുഡും പതിവുള്ളത് തന്നെ ആയിരുന്നു. മാത്രമല്ല ഗ്രാൻഡ്മയെ കഴിഞ്ഞ് അവളാണ് യങ്ങിന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്നും പക്ഷെ ഗ്രാൻഡ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റി ഗ്രാൻഡ്മ മരിച്ചു കഴിഞ്ഞാൽ താനും സ്വയം എലിമിനേറ്റ് ചെയ്യുമെന്നും ഗ്രാൻഡ്മ ജീവനോടെ ഇരിക്കുന്ന കാലം വരെ തനിക്ക് ഈ പറഞ്ഞ റൂൾസും റുട്ടീൻസും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നും അവളിപ്പോ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഗ്രാൻഡ്മയ്ക്കും അവൾക്കും വേണ്ടിയിട്ട് അവൾ ഓൾറെഡി മുൻകൂട്ടി തന്നെ 2 കോഫിൻസ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. ഗ്രാൻഡ്മ മരിച്ചു കഴിഞ്ഞാൽ സ്വയം സ്യൂസൈഡ് ചെയ്യാനായിട്ടായിരുന്നു അവളുടെ പ്ലാൻ.
ഇതേ നേരം അവിടെ ഇരുന്ന ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലായിട്ട് ജീനി ഒളിച്ചിരുന്ന് അവളും അവളുടെ ഫ്രണ്ടും കൂടി പറയുന്നെല്ലാം ഒളിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താകട്ടെ ജീനി യങ്ങിന് മാത്രം വിസിബിൾ ആയിരുന്ന കാരണം കൊണ്ട് അവളിപ്പോ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ജീനിനെ ചീത്ത പറയുമ്പോ മിഞ്ചി ആകട്ടെ അവളിങ്ങനെ ആരോടാ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് സംസാരിക്കുന്നതെന്നും നീ എങ്ങാനും ശരിക്കും അവൾക്ക് എന്തെങ്കിലും മെന്റലി പ്രോബ്ലംസ് ഉണ്ടായെന്നും കരുതി അവൾക്കാകെ വിഷമമാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീനി ആകട്ടെ ഇടയ്ക്ക് ബാക്കിയുള്ളവർക്ക് വിസിബിൾ ആവുകയും ഇടയ്ക്ക് അല്ലാതാവുകയും ചെയ്യുന്ന കാരണം കൊണ്ട് യങ്ങിപ്പോ നേരെ പോയിട്ട് ചെറിയ ഒരു ഹെയർ പിൻ വാങ്ങിച്ചിട്ട് അത് ജീനിക്ക് കൊടുത്തിട്ട് നിന്നെ എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന സമയങ്ങളിൽ നീ ഒരു ഹെയർ പിൻ ധരിക്കണമെന്നും നിന്നെ ബാക്കിയുള്ളവര് നിന്നെ കാണാൻ പറ്റുന്ന നേരത്ത് നീ ഈ ഒരു ഹെയർ പിൻ മാറ്റണമെന്നും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീ ആദ്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ 3 വിഷസ് പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഷിന്റെ പുറകെ നീ ഇത്രയും കിടന്ന് ചാടുന്നേന്ന് അവള് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ നേരത്ത് എനിക്ക് നിന്നെ എല്ലാ മനുഷ്യരെയും പോലെ കറപ്റ്റ് ആക്കണമെന്നും അങ്ങനെ നിന്റെ 3 വിഷകൾക്ക് ശേഷം നീയും അവരെല്ലാരെയും പോലെ കറപ്റ്റ് ആയി കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയണമെന്നും അവനിപ്പോ പറയുമ്പോ അവളാകട്ടെ തനിക്ക് മരിക്കാനായിട്ട് അത്രയും പേടിയൊന്നും ഇല്ലെന്നും പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അങ്ങനെ കറപ്റ്റ് ആണെന്ന് നീ വിചാരിക്കരുതെന്നും തന്റെ മുത്തശ്ശി അവൾക്ക് ഈ ലോകത്ത് നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും മുത്തശ്ശി ഒരിക്കലും കള്ളം പറയാറില്ലെന്നും അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മനുഷ്യന്മാര് കറപ്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് തന്റെ ആദ്യത്തെ വിഷെന്നും അതിനു വേണ്ടിയിട്ട് ഇനി ഇവര് കാണാനിരിക്കുന്ന ഏതെങ്കിലും 5 വ്യക്തികളോട് അവരുടെ 3 വിഷസ് നടപ്പിലാക്കാനായിട്ട് പറയാനും അതിലേതെങ്കിലും 3 പേര് നേരത്തെ പറഞ്ഞതുപോലെ കറപ്റ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ താൻ സ്വയം ഈ ഒരു ചലഞ്ചിൽ തോറ്റതാണെന്ന് പ്രഖ്യാപിക്കാനും അവളിപ്പോ പറയുന്നുണ്ട്. മാത്രല്ല ഇതിന്റെ റിസൾട്ട് എന്തായാലും തനിക്കതിൽ പേടിയില്ലെന്നും കൂടി അവൾ പറഞ്ഞ് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ കേട്ട് വളരെ ഷോക്ഡ് ആയിട്ട് ഇവള് ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന നമ്മുടെ ഇബ്ലിസ് എന്ന ജിന്നിന്റെ മുഖവും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ സൈക്കോപാത്ത് ഇപ്പോൾ അവളുടെ ഫസ്റ്റത്തെ വിഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ജീനി വന്നിട്ട് നിങ്ങളോട് 3 ചാൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? എനിവേ ഇനി വരുന്ന 5 പേര് എന്തൊക്കെയായിരിക്കും പറയാന്നും ഈ ഒരു ചാലഞ്ചിൽ ആരാണ് ജയിക്കുന്നതെന്നും ഇതിന്റെ റിസൾട്ടൊക്കെ ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമുക്ക് കാണാട്ടോ. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.